ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ചെറിയ അഭ്യർത്ഥന. ഇങ്ങനെയുള്ള ആത്മീയ സന്ദേശങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ചിന്തകൾ ഇവിടെ ഓരോ ദിവസവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു സത്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ദൈവാനുഗ്രഹമുള്ളവരുടെ ജീവിതത്തിൽ കാണുന്ന 3 ശക്തമായ ലക്ഷണങ്ങളാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം അനുഗ്രഹീതരാണ്. 1. നന്ദിയുള്ള മനസ്സ്. നന്ദി പറയാൻ അറിയുന്ന മനസ്സ് അതൊരു സാധാരണ ഗുണമല്ല, അതൊരു ദൈവിക ഗുണമാണ്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉള്ളതിന്റെ വില മറക്കുന്നു. പക്ഷേ ഒരു നന്ദിയുള്ള മനസ്സുള്ളവൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അവൻ ലഭിച്ചതിനെ ആദ്യം കാണും, അതിന് നന്ദി പറയും, പിന്നെ മാത്രം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഒരു സത്യമാണ്, നന്ദി പറയുന്ന മനസ്സുള്ളവർക്ക് ഉള്ളിലെ സമാധാനം സ്വാഭാവികമായി വരും. കാരണം അവർക്ക് ജീവിതം ഒരു ഭാരമല്ല, ഒരനുഗ്രഹമാണ്. ഇവർ ജീവിതത്തിലെ ഓരോ ചെറിയ അനുഭവത്തിലും സന്തോഷം കണ്ടെത്തും. അവരോരോ ചെറിയ കാര്യത്തിലും ദൈവത്തിന്റെ സ്പർശം കാണും. ഒരു ചെറിയ സഹായം ലഭിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി കാണും. കാരണം അവർ മറ്റുള്ളവരുടെ ജീവിതം നോക്കാതെ സ്വന്തം അനുഗ്രഹങ്ങളെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഒരു ശാന്തതയും തൃപ്തിയുമുണ്ടാകും. ഇവരിൽ മാനസിക ശക്തി കൂടും. വിഷമങ്ങൾ വന്നാലും അവരതിൽ നിന്നും വേഗത്തിൽ മുക്തരാകും. നന്ദി പറയുന്ന ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് അടുത്തു പോകുന്ന ഒരു ചുവടാണ്. വിവേകം. വിവേകം എന്നത് ജീവിതത്തിൽ ശരിയായ വഴിയും തെറ്റായ വഴിയും തിരിച്ചറിയാനുള്ള ഉള്ളിലെ പ്രകാശമാണ്. പലർക്കും ബുദ്ധിയുണ്ടാകും, അറിവുണ്ടാകും, പക്ഷേ വിവേകം എല്ലാവർക്കും ഉണ്ടാകില്ല. കാരണം വിവേകം എന്നത് പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ള കാര്യമല്ല. അത് അനുഭവങ്ങളിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, ഉള്ളിലെ ശുദ്ധിയിൽ നിന്നും വളരുന്ന ഒന്നാണ്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വരും. എളുപ്പത്തിൽ കിട്ടുന്ന വഴികളും ശരിയായ വഴികളും ഒരുമിച്ച് മുന്നിൽ വരും. അപ്പോൾ മനസ്സിനെ കേട്ടാൽ നമ്മൾ പലപ്പോഴും തെറ്റായ വഴിയിൽ പോകും. പക്ഷേ വിവേകമുള്ളവൻ ആലോചിക്കും, പിന്നെ തീരുമാനമെടുക്കും. ഇവർ താൽക്കാലിക ലാഭം നോക്കില്ല, ദീർഘകാല ഫലം നോക്കും. അതുകൊണ്ട് തന്നെ അവൻ വേഗത്തിൽ ഉയരാൻ ശ്രമിക്കില്ല, പക്ഷേ ഉറപ്പായി ഉയരും. ചിലപ്പോൾ വിവേകം നമ്മെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്നും പോലും തടയും. ആ സമയത്ത് അത് നമുക്ക് വേദനയായി തോന്നും. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് അത് ദൈവത്തിന്റെ സംരക്ഷണമായിരുന്നു എന്ന്. വിവേകമുള്ളവന്റെ ലക്ഷണങ്ങൾ: അനാവശ്യ വാദങ്ങളിൽ പെടില്ല, തെറ്റായ കൂട്ടത്തിൽ നിന്ന് മാറും, തീരുമാനങ്ങളെടുത്താൽ പാശ്ചാത്താപം കുറവായിരിക്കും, അഹങ്കാരം കുറയും, പക്ഷേ ജീവിതത്തിൽ വലിയ തെറ്റുകളിൽ നിന്നും ഒഴിവാക്കുന്നു. അവൻ ഉയരത്തിലെത്തുമ്പോഴും വിനയത്തോടെ നിൽക്കും, കാരണം അവൻ അറിയുന്നു എല്ലാം താൽക്കാലികമാണ് എന്ന്. വിവേകമെന്നതിൽ ദൈവം നമുക്കുള്ളിൽ വച്ചിരിക്കുന്ന ഒരു വഴികാട്ടിയാണ്. 3. പ്രാർത്ഥനയോടുള്ള ആകർഷണം. പ്രാർത്ഥന അതൊരു ശീലം മാത്രമല്ല, അതൊരു ബന്ധമാണ്. ദൈവത്തോടുള്ള ഹൃദയബന്ധം. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ തോന്നണമെന്നില്ല, പക്ഷേ ചിലർക്ക് സ്വാഭാവികമായി പ്രാർത്ഥനയിലേക്ക് ആകർഷണമുണ്ടാകും. അതുതന്നെ വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥനയുള്ള ജീവിതമുള്ളവൻ ഒറ്റപ്പെട്ടവനല്ല, കാരണം അവൻ എല്ലായ്പ്പോഴും ദൈവത്തോടൊപ്പം സംസാരിക്കുന്നു. പ്രശ്നം വന്നപ്പോൾ മാത്രമല്ല, സന്തോഷം വന്നപ്പോഴും അവൻ ദൈവത്തെ ഓർക്കും, നന്ദി പറയും. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഒരു വലിയ സത്യം: നന്ദിയോടെയുള്ള പ്രാർത്ഥന മനസ്സിൽ സമാധാനം കൊണ്ടുവരും, ഭയം കുറയ്ക്കും. പ്രാർത്ഥന ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകും, ആശങ്ക കുറയും, കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലെന്നു മനസ്സിലാകും. പ്രാർത്ഥനയ്ക്ക് വാക്കുകൾ ആവശ്യമില്ല, മൗനം പോലും പ്രാർത്ഥനയാണ്, കണ്ണുനീർ പോലും പ്രാർത്ഥനയാണ്, ഉള്ളിൽ നിന്നുള്ള ഒരു വിളി പോലും പ്രാർത്ഥനയാണ്. ദൈവം കേൾക്കുന്നത് വാക്കുകളല്ല, ഹൃദയമാണ്. അവൻ തളർന്നാലും വീണ്ടും ഉയരും, കാരണം
മൂന്നാമത്തവൻ അവന്റെ പിന്നിൽ ദൈവവിശ്വാസമുണ്ടാകും. പ്രാർത്ഥന നമ്മെ മാറ്റുന്നു, നമ്മുടെ ചിന്തയെ മാറ്റുന്നു, നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. പ്രാർത്ഥനയുള്ള ജീവിതം ഒരിക്കലും ശൂന്യമാകില്ല. ഈ 3 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവാനുഗ്രഹം തേടേണ്ടതില്ല. അതിതിനകം നിന്നോടൊപ്പമുണ്ട്. പ്രിയഭക്തരെ, ഇങ്ങനെയുള്ള ആത്മീയ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഭഗവാന്റെ സന്ദേശം കേട്ടിരുന്ന ഓരോ ഭക്തർക്കും നന്ദി.